ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് BPSC 145-ന്റെ യൂണിറ്റ് 5-ഉം 6-ഉമാണ്. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തി സ്പെഷ്യൽ പ്രോവിൻസസിന്റെ യൂണിറ്റിനെ പറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ റീജിയണൽ വൈസ് ആയിട്ടുള്ള, അതായത് ഈ ഏരിയയിൽ, നോർത്ത് ഈസ്റ്റേൺ ഏരിയയിൽ പല ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്. പല ഭാഷകൾ സംസാരിക്കുന്നു, ഡിഫറെൻ്റ് ആയിട്ടുള്ള കസ്റ്റംസും കൾച്ചറും അവർക്കുണ്ട്. അതിൻ്റെ കൂടെ ഈ നേരത്തെ നമ്മൾ പരാമർശിച്ചിരുന്ന 8 സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ ആൻഡ് സിക്കിം. ഇതാണ് ഈ ഭാഗങ്ങൾ വരുന്ന 8 സ്റ്റേറ്റ്സ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ ഇതിന്റെ ഇവർക്ക് ആവശ്യമായ സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട്. അതായത് അവരുടെ കൾച്ചറൽ ഐഡന്റിറ്റീനെ അല്ലെങ്കിൽ അവരുടെ ട്രഡീഷൻ ആയിട്ടുള്ള സോഷ്യലും പൊളിറ്റിക്കലും ഇക്കണോമിക്, നാച്ചുറൽ ആൻഡ് ഇക്കണോമിക് റിസോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പ്രൊവിഷൻസ്, അതായത് ഇവരുടെ പ്രൊട്ടക്ഷനിൽ വരുമ്പോൾ ഈ ഐഡന്റിറ്റീസ്, കൾച്ചർ വ്യത്യാസം ഉണ്ടാവുമല്ലോ പലർക്കും, പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉള്ള ഇൻഹാബിറ്റൻസും ഉണ്ട് ഈ ഏരിയയിൽ. അപ്പോൾ ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിൽ 19-ാം നൂറ്റാണ്ടിൽ ഒരു റെഗുലേറ്ററി ആക്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ റെഗുലേറ്ററി ആക്ട് വഴി അതേമാതിരി ഇന്നർ ലൈൻ റെഗുലേഷൻസ് എന്ന് പറയും 1873-ൽ. പിന്നെ വരുന്നത് ഷെഡ്യൂൾഡ് ഡിസ്ട്രിക്ട് ആക്ട് 1874, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അത് 2 ആക്ട് ഉണ്ട്. ഒന്ന് 1919-ലും രണ്ടാമത്തത് 1935-ലും. ഈ സ്പെഷ്യൽ പ്രൊവിഷൻസ് വഴി, അതായത് നമ്മളുടെ നോർത്ത് ഈസ്റ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസും നമ്മൾ പിന്നെ ഇത് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ്. അപ്പൊ എക്സ്ക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരംതിരിച്ച് മാറ്റുക. അപ്പൊ ഈ അതിൽ ഏത് ഏരിയാസ് എന്ന് വെച്ചാൽ ഹിൽ ഡിസ്ട്രിക്ട്സ് ആണ്. ഹിൽ ഡിസ്ട്രിക്ട്സ് ആസാമിന്റെയും 4 സ്റ്റേറ്റ്സിന്റെയും, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, ഇത്രയുമാണ് വരുന്നത്. പിന്നെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ, അതായത് രാജ്യഭരണം ഉള്ള സ്റ്റേറ്റുകൾ ഏതാന്ന് വെച്ചാൽ മണിപ്പൂറും ത്രിപുരയും. സിക്കിം എന്ന് പറയുന്ന ഭാഗം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കൺട്രി ആയിരുന്നു, അതായത് ഇൻഡിപെൻഡൻസ്, നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡില്. അപ്പൊ ആസാമില് കൊളോണിയൽ പീരീഡ് സമയത്ത് നമുക്ക് 2 ടൈപ്പ് ഏരിയാസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ലാൻഡ് ഏരിയനെ പറ്റി ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് ഹിൽസും പ്ലെയിൻസും. പ്ലെയിൻസ് ഞാൻ സമതലം ആയിട്ടുള്ള സ്ഥലങ്ങളാണ് പ്ലെയിൻസ് എന്ന് പറയുക. ഹിൽസ് എന്ന് വെച്ചാൽ മൗണ്ടൻസ്, ചെറിയ ചെറിയ മൗണ്ടൻസ് ഉള്ള ഏരിയയും എസ്റ്റേറ്റ് ഒക്കെ ഉള്ളത്. അപ്പൊ ഇതിന്റെ കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ നോക്കുമ്പോൾ റവന്യൂ കിട്ടുന്നത് അതിൽ നിന്നാണ്. അപ്പൊ ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിൽ ഈ അഡ്മിനിസ്ട്രേഷനും അതേമാതിരി തന്നെ മലമ്പ്രദേശത്തിൽ ഗവൺമെന്റ് ചെയ്തിരുന്നത് ട്രഡീഷണൽ റൂളാണ്. അത് ട്രഡീഷണൽ റൂൾ വരുമ്പോൾ അവിടെ കാശിന്റെ പ്രശ്നം വരുന്നില്ല, അതായത് എക്സ്പെൻഡിച്ചർ വരുന്നില്ല എന്നർത്ഥം ഇവിടെ. കൂടാണ്ട് ഒരു എന്തെങ്കിലും കാരണവശാൽ ഒരു അപ്രിഹെൻഷൻ വന്നു അല്ലെങ്കിൽ ഒരു ഇൻട്രൂഷൻ വന്നു എന്ന് വെച്ചോളൂ, അപ്പൊ ഇവർക്ക് ഹോസ്റ്റിലിറ്റിയും ഓപ്പോസിഷനും വരുന്നുണ്ട്. ഹില്ലി ഏരിയസിൽ റൂൾഡ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ബ്രിട്ടീഷ് അവിടെ ഭരിച്ചു പോകുന്നത്. അവര് സ്വമേധയാ ട്രഡീഷണൽ സിസ്റ്റത്തിലേക്ക് കടക്കുന്നില്ലെങ്കിൽ കൂടെയും അതേമാതിരിയുള്ള ലാൻഡിന്റെ ഇൻഹെറിറ്റൻസ്, ഫോറസ്റ്റ് ഡിസ്പ്യൂട്ട് വരുമ്പോൾ, റെസൊല്യൂഷൻസ് വരുമ്പോഴൊക്കെ ഇവർ ഉപയോഗിച്ചിരുന്നത് അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമറി ലോസ് ആണ്. അതേമാതിരി അതിന്റെ ആർബിട്രേഷൻ നടത്തിക്കൊണ്ടിരുന്നത് ഈ ക്ലാൻ എന്ന് പറയും. അതായത് ട്രൈബലിൽ നമ്മൾ കറാണ്ട് മൂത്താൻ അല്ലെങ്കിൽ ട്രൈബലിന്റെ ഹെഡ്, അങ്ങനെയുള്ള ആൾക്കാരാണ് നോക്കുന്നത്. ട്രൈബൽ ചീഫാണ് അതൊക്കെ, അവരുടെ സന്ധിയൊക്കെ അവരാണ് ചെയ്തിരുന്നത്. പിന്നെ വേറൊരു ഏരിയ ഉണ്ട് ബാക്ക്വേർഡ്. ഈ ഏരിയനെ നമ്മൾ പിന്നാലെ പറയുന്നത് ബാക്ക്വേർഡ് ഏരിയാസ് എന്നാണ്. അതിനെയാണ് ബാക്ക്വേർഡ് ഏരിയാസ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആക്ട് 1919 പ്രകാരം അതിനെ ബാക്ക്വേർഡ് ഏരിയ എന്ന് സ്ഥാപിച്ചു. 35-ൽ വന്ന ആക്ടില്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ 35-ാമത്തെ ആക്ടില് ഇതിനെ മാറ്റി എക്സ്ക്ലൂഡഡ് എന്നാക്കി, അല്ലെങ്കിൽ
പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഉള്ള ഏരിയ ആക്കി കൊണ്ടുവന്നു. ഈ ഡിഫറൻസ് എന്താന്ന് ചോദിച്ചാല് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസും എക്സ്ക്ലൂഡഡ് ഏരിയാസിലും, ആദ്യത്തേല് എക്സ്ക്ലൂഡഡ് ഏരിയാസില് റെപ്രസെന്റേഷൻ ഇല്ല. ലെജിസ്ലേച്ചറില്, ആസാം ലെജിസ്ലേച്ചറില് റെപ്രസെന്റേഷൻ ഇല്ല. എന്നിരുന്നാലും ഈ പ്രോവിൻസ് ആസാം തന്നെയായിരിക്കും. ഈ എക്സ്ക്ലൂഡഡ് ഏരിയാസില് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് ഗവർണർ ഇൻ കൗൺസിലാണ്. ആ ഗവർണർ ഇൻ കൗൺസിലിന്റെ റിസർവ്ഡ് ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ ആണ് ഒരു ഭാഗം എന്നുള്ളതാണ് വരുന്നത്. പാർഷ്യലി എക്സ്ക്ലൂഡഡ് ആയ ഏരിയയില് അതോറിറ്റി വന്നത് പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചർ ആണ്. ജൂറിസ്ഡിക്ഷൻ ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിൽ അവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിൽ പോളിസി മിനിമം ആയിട്ടുള്ള ഇന്റർഫിയറൻസും എവിടെ ഈ എക്സ്ക്ലൂഡഡിലും പാർഷ്യലി എക്സ്ക്ലൂഡഡിലും ഉണ്ടായിരുന്നു. അതേമാതിരി തന്നെ ആസാമിന്റെ 3 ഭാഗമുണ്ട്. അപ്പാർട്ട് ഫ്രം ദ എക്സ്ക്ലൂഡ്, ഇത് കൂടാണ്ട്, അതായത് എക്സ്ക്ലൂഡും പാർഷ്യലി എക്സ്ക്ലൂഡും കൂടാണ്ട് 3 ഭാഗമുണ്ട്. ഈ 3 ഭാഗത്തിലാണ് ബ്രിട്ടീഷ് ഇന്റർഫിയർ ചെയ്തിട്ടില്ല. കാരണം ട്രൈബൽ ഏരിയ ആണത്. അപ്പൊ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യനെ 2 ഭാഗമായിട്ടാണ് പിരിച്ചിരുന്നത്, പ്ലെയിൻസ് എന്നും ഹിൽസ് എന്നും. ഹിൽസ് വരുന്നത് സ്ഥിതി ചെയ്യുന്നത് ടോപ്പോഗ്രഫി അനുസരിച്ച് എക്സ്ക്ലൂഡഡ് ഏരിയാസിലാണ്. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ഒരു ക്രൗൺ കോളനി എന്ന് പറഞ്ഞവരുണ്ടാക്കുന്നുണ്ട് ബ്രിട്ടീഷുകാര്. ക്രൗൺ കോളനി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് ഈ എക്സ്ക്ലൂഡഡ് ഏരിയസിൽ നിന്നും പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയസിലും അല്ലാണ്ട് അവരുടെ ബ്രിട്ടീഷ് തിരിച്ചു പോകുന്നതിന് മുമ്പ് അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള ഏരിയയിലാണ് അവര് ഈ ക്രൗൺ കോളനി എന്നുള്ള ഒരു പ്ലാൻ കൊണ്ടുവരുന്നത്. ക്രൗൺ പ്ലാൻ വരുന്ന ഏരിയ ഏതാന്ന് വെച്ചാല് നോർത്ത് ഈസ്റ്റ് ഏരിയ, പിന്നെ ട്രൈബൽ ഏരിയാസ് ഓഫ് ബർമ, അതിനെയാണ് അവര് ക്രൗൺ കോളനി കൊണ്ടുവച്ചത്. ആ കാലഘട്ടത്തിൽ ക്രൗൺ കോളനി ഗവർണർ, ആസാമിന്റെ ഗവർണർ ആയിരുന്ന RN റെയ്ഡ് ഇതിനെ പുള്ളി പറയുന്നുണ്ടായിരുന്നു, ഇത് ഇവിടെയുള്ള ട്രൈബ്സ് ആസാം ഹിൽസിലും ബർമയിലും ഉള്ള ട്രൈബ്സ് ആണ് ഇത് യുണൈറ്റ് ചെയ്ത് ഫോം ചെയ്തിരിക്കുന്ന ഗവൺമെന്റ് ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ കോളനി. അപ്പോ ഈ ബ്രിട്ടീഷ് ഈ ക്രൗൺ കോളനി അവരുടെ കൺട്രോളിൽ വെച്ചുകൊണ്ടിരിക്കാനാണ് പ്ലാൻ ചെയ്തത്. ആ പ്ലാനിനെ നമ്മൾ പേര് വിളിക്കുന്നത് കൂപ്ലാൻഡ് പ്ലാൻ എന്നാണ്. കാരണം അതിന്റെ കൂപ്ലാൻഡ് ഗവർണറായ റെയ്ഡ്ഗാർഡ് കൂപ്ലാൻഡിന്റെ പേരിലാണ് ഈ ക്രൗൺ കോളനി എന്നുള്ള പ്രപ്പോസല് അപ്രൂവ് ആവുന്നത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിനെ എതിർത്തു. അത് മാത്രമല്ല, അടുത്ത ഗവർണറായിട്ട് ആസാമിന്റെ അടുത്ത ഗവർണറായിട്ട് വരുന്ന ആൻഡ്രൂ ക്ലോവും ഇതിനെ സമ്മതിച്ചില്ല. അപ്പൊ ഈ പ്രപ്പോസലിൽ എന്താ ഉദ്ദേശിച്ചാൽ ടു പ്രൊട്ടക്ട് ദ ട്രൈബ്സ് എന്നാണ്. എക്സ്ക്ലൂഡ് ചെയ്തതും പാർഷ്യലി എക്സ്ക്ലൂഡുമായ ട്രൈബ്സിനെ പ്രൊട്ടക്ഷൻ ചെയ്യാനാണ് ഈ കാര്യം നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റ്സിൽ സംസാരിച്ചിരുന്നു. അപ്പൊ അതിനുശേഷം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോഴത്തേക്കും ട്രൈബൽ ആയിട്ടുള്ള ആസാമീസ് 4 സ്റ്റേറ്റ്സിൽ കൂടെ അവര് ഇതിനെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവരാണ്. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്ന ആസാമും ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയ സബ് കമ്മിറ്റിയായ അഡ്വൈസറി കമ്മിറ്റിയും എല്ലാം കൊണ്ടുവന്നു. സബ് കമ്മിറ്റീനെ നമ്മൾ അറിയപ്പെടുന്നത് ബോർഡോളി കമ്മിറ്റി, സബ് കമ്മിറ്റി എന്നുള്ള ലെവലാണ്. കാരണം അതിന്റെ ചെയർമാനായ ഗോപിനാഥ് ബോർഡോളി മെമ്പർ ആയിരുന്നു, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിന്റെ മെമ്പർ ആയിരുന്നു. കൂടാതെ ആസാമിന്റെ ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ കൂടി ആയിരുന്നു ഈ ബോർഡോളി. അതുകൊണ്ടാണ് അങ്ങയുടെ പേരിൽ അത് അറിയപ്പെട്ടത്. ഇനി നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ്. ഈ സ്പെഷ്യൽ പ്രൊവിഷൻസ് എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 244 ഇന്റർലൈൻ പെർമിറ്റ് റൂൾസ്, ആർട്ടിക്കിൾ 371A, 371C, 371F,
371H ഇങ്ങനെ ഇതിനെപ്പറ്റിയാണ് നമ്മൾ പരാമർശിക്കുന്നത്. ഇതിലൊക്കെ പ്രൊവിഷൻസ് കൊടുത്തിട്ടുള്ളത് മുഴുവനും ഇൻഹെറിറ്റൻസ്, ഫോറസ്റ്റ് ഡിസ്പ്യൂട്ട്, കസ്റ്റമറി ലോസ്. അപ്പോ ഈ ഷെഡ്യൂൾ, 6ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളത് എടുത്തു പറയുമ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂവന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഷെഡ്യൂളിൽ, 6ാമത്തെ ഷെഡ്യൂളിൽ ഡീലിങ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാല് 244(2), അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ 2ാം ഭാഗം. അതിൽ അറേഞ്ച്മെന്റ്സ് പറഞ്ഞിരുന്നു അഡ്മിനിസ്ട്രേഷൻ, ട്രിബ്യൂണൽ ഏരിയാസ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് ആസാം, മേഘാലയ, മിസോറോ, ത്രിപുര. ഇത് കൂടാണ്ട് ഇത് 10 ഏരിയാസ് അങ്ങനെ വരുന്നുണ്ട്. ഇത് കൂടാണ്ട് 3 വേറെ ഏരിയാസ് കൂടി ഉണ്ട്. ആ ഏരിയാസ് ഏതൊക്കെയാന്ന് വെച്ചാൽ ആസാമിന്റെ നോർത്ത് കാച്ചോർ ഹിൽ ഡിസ്ട്രിക്ട്, കാർബി അങ്കോള ഡിസ്ട്രിക്ട്, അതേമാതിരി ബോഡോലാൻഡ് ട്രൈബൽ ഏരിയ, അതേമാതിരി മേഘാലയയിലെ ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്, കാസി ഹിൽസ് ഡിസ്ട്രിക്ട്. 2ാമത്തത് ജനീറ്റ ഹിൽസ്. 3ാമത്തത് ഗർബോ ഹിൽസ് ഡിസ്ട്രിക്ട്. മിസോറത്തിലാണെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്, അത് ചംക ഡിസ്ട്രിക്ട്, മറ ഡിസ്ട്രിക്ട്, ലേ ഡിസ്ട്രിക്ട്. ത്രിപുരയില് ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്, ത്രിപുര ട്രൈബൽ ഏരിയ ഡിസ്ട്രിക്ട്സ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഓട്ടോണമസ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓട്ടോണമസ് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഭരിക്കാതെ അർത്ഥം. ഓട്ടോണമസ് ഡിസ്ട്രിക്ട്സും ഓട്ടോണമസ് റീജിയൻസ് ആയിട്ട് കൊണ്ടുവരുന്നു. അപ്പോ ആ 6ാമത്തെ ഷെഡ്യൂളിൽ ഗവർണർ, സ്റ്റേറ്റ് ഗവർണർ എംപവർ ചെയ്യുന്നുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ്. അതിനും അവരുടെ പവർ, ഈ പവർ എത്രത്തോളം വരുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. 6ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞത് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യൽ പവേഴ്സ്. അത് ഏതിൽ വരും? ഓട്ടോണമി കിട്ടിയിട്ടുള്ളത് ലാൻഡ് ലോ ഉണ്ടാക്കാൻ, നിയമം, ലാൻഡിനെ പറ്റിയുള്ള നിയമം, ഫോറസ്റ്റ് എങ്ങനെ പരിപാലിക്കണം എന്നുള്ളത്, റിസർവ് ഫോറസ്റ്റ് എങ്ങനെ നോക്കണം എന്നുള്ള നിയമം, ട്രഡീഷണൽ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്, ആർക്കായിരിക്കും ഹെഡ്മാൻ ആയിട്ട് കൊടുക്കേണ്ടത്, അതേമാതിരി പ്രോപ്പർട്ടി, ഇവരുടെ പ്രോപ്പർട്ടി, മാരേജ്, സോഷ്യൽ കസ്റ്റം, ടാക്സേഷൻ, ഇതൊക്കെയാണ് ഇവരുടെ ഭരണത്തിന്റെ അധികാരത്തിൽ വരുന്നത്. കൂടാതെ ഇന്ത്യൻ റീജിയനില് ട്രൈബൽ പോപ്പുലേഷൻ ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തുമുണ്ട്. അപ്പൊ ഒരു സബ്സ്റ്റാൻഷ്യൽ പോപ്പുലേഷൻ നോർത്ത് ഈസ്റ്റില് നമ്മള് ട്രൈബൽ ഏരിയാസ് എന്നാണ് പറയുന്നത്. അവരെ ട്രൈബൽസില് ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് പറയുന്നു. ഈ ഷെഡ്യൂൾഡ് ട്രൈബ്സില് പ്രൊട്ടക്ട് ചെയ്തത് 6th ഷെഡ്യൂളാണ്. ഷെഡ്യൂൾഡ് ഏരിയാസ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതേമാതിരി ഷെഡ്യൂൾഡ് ഏരിയാസ് മാത്രം പ്രൊട്ടക്ട് ചെയ്യുന്നത് 5th ഷെഡ്യൂളാണ്. 2 വ്യത്യാസമുണ്ട്. ഒന്ന് 6th ഷെഡ്യൂളും ട്രൈബൽ ഏരിയാസ് പ്രൊട്ടക്ട് ചെയ്യുന്നത് 6th ഷെഡ്യൂളും, ഷെഡ്യൂൾഡ് ഏരിയാസ് പ്രൊട്ടക്ട് ചെയ്യുന്നത് 5ാമത്തെ ഷെഡ്യൂളുമാണ്. ഇതിൽ പാർലമെന്റിന്റെ ഓർഡിനറി ലെജിസ്ലേഷൻ കൊണ്ട് ഇവർക്ക് അമെൻമെന്റ് ചെയ്യാണ്ട് തന്നെ വലുതുമൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് ഇതിലെ വ്യത്യാസം. ഈ പ്രൊവിഷൻ 5ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ട്രൈബലിന്റെ അഡ്വൈസറി കൗൺസിലും 6ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിലും റീജിയണൽ കൗൺസിലും ഒരു മെക്കാനിസമാണ്, അഡ്മിനിസ്ട്രേഷന്റെ ഒരു മെക്കാനിസത്തിലേക്കാണ് എത്തിപ്പെടുന്നത്. ട്രൈബൽ അഡ്വൈസറി കമ്മിറ്റികള്, കൗൺസിൽസ് 5ാമത്തെ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്ക് കൊണ്ടുവരുന്നു. അതേമാതിരി തന്നെ റീജിയണൽ കൺട്രീസും ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ അകത്ത് തന്നെ ഇതിനെ നമ്മൾ ഷെഡ്യൂൾഡ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒഡീഷ ആൻഡ് രാജസ്ഥാൻ. ഇത്രയുമാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കറിയാൻ പറ്റും ഇന്നർ ലൈൻ പെർമിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നർ ലൈൻ പെർമിറ്റ് വെച്ചാൽ പോകാനും വരാനുള്ള ഒരു പെർമിറ്റ് ആണ് ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയാ. അതായത് ഇന്നർ ലൈൻ പെർമിറ്റ് റെഗുലേഷൻ അവരെ സമ്മതിക്കില്ല. ഔട്ട്സൈഡേഴ്സിന് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അവർക്ക് പെർമിഷൻ കൊടുക്കാത്ത ഇല്ലാണ്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇന്നർ ലൈൻ. ചില ഏരിയ വരെ
പെർമിഷൻ ഇല്ലാണ്ട് പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പെർമിഷൻ, ഗവൺമെന്റിന്റെ പെർമിഷൻ എടുക്കണം. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ചാല് ലാൻഡിന് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയണം, എന്താണ് അവിടുത്തെ നാച്ചുറൽ റിസോഴ്സസ് എന്ന് അറിയണം, എന്തുകൊണ്ടാണ് ഇവര് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയണം. അപ്പൊ ഈ സിസ്റ്റം, ഇന്നർ ലൈൻ സിസ്റ്റം, ഇത് വരച്ചെടുക്കുന്നത് ബംഗാൾ ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റെഗുലേഷനിലാണ് 1873. കൊളോണിയൽ പീരീഡ് കാലഘട്ടങ്ങളിൽ റെഗുലേഷൻസ് പ്രിസർവ് ചെയ്തത് ആ ഗവൺമെന്റ്, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഇന്റഗ്രേഷൻ, ആ സ്ഥലത്ത് താമസിക്കുന്നവരുടെ കാര്യങ്ങളിൽ ഹിൽസിലും പ്ലെയിൻസിലും ഉള്ള ഇന്റഗ്രേഷൻ. ഇനി ഇന്നർ ലൈൻസിൽ റെഗുലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് 4 സ്റ്റേറ്റ്സ് ഉണ്ട്: അരുണാചൽ പ്രദേശ്, മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ ആൻഡ് നോർത്ത് കച്ചാർ ഡിസ്ട്രിക്ട് ഓഫ് ആസാം. ഇതില് മണിപ്പൂരില് 2019 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ എക്സ്റ്റൻഷൻ, അതായത് ഡിമാൻഡ് ഫോർ ഇറ്റ്സ് എക്സ്റ്റൻഷൻ, അത് അതർ സ്റ്റേറ്റിൽ നിന്ന് മേഘാലയക്ക് വരുന്നുണ്ട്. അതേമാതിരി തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആയ ഇന്നർ ലൈൻ വേണം, നല്ല ട്രാവൽ ടു ലക്ഷദ്വീപിന് ഇന്നർ ലൈൻ വേണം, പെർമിഷൻ വേണം. അതേമാതിരി ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലേക്ക് വേണമെങ്കിലും ഈ ഡിമാൻഡ് വേണം എന്ന് വെച്ചു. ഇനി ആർട്ടിക്കിൾ 371A തുടങ്ങി 371C വരെയും, അതേമാതിരി 371F മുതൽ 371H വരെയുമാണ് നമ്മൾ അടുത്തതായിട്ട് പരാമർശിക്കാൻ പോകുന്നത്. ഇവിടെ ഏതൊക്കെയാന്ന് ആദ്യം മനസ്സിലാക്കണം. ആഡിങ് ചെയ്ത് വരുമ്പോ ആർട്ടിക്കിൾ 371A നാഗാലാൻഡ്, 371B ആസാം, ആർട്ടിക്കിൾ സി മണിപ്പൂർ, ആർട്ടിക്കിൾ 371F സിക്കിം, ആർട്ടിക്കിൾ 371G മിസോറാം, ആർട്ടിക്കിൾ 371H അരുണാചൽ പ്രദേശ്. അപ്പൊ അങ്ങനെ തരം തിരിച്ചാണ് ആർട്ടിക്കിൾ, അതിൻ്റെ അകത്താണ് റെഫറൻസ് വന്നിട്ടുള്ളതും അവിടെയാണ് അവര് റെഫറൻസ് ചെയ്യേണ്ടത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ആർട്ടിക്കിൾ എടുത്താണ് അവര് റെഫറൻസ് ചെയ്യേണ്ടതെന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ നാഗാലാൻഡിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിന്ന് വരുമ്പോൾ അവരുടെ റിലീജിയസ് ആയും സോഷ്യൽ പ്രാക്ടീസും വരുമ്പോൾ ആ ലോ പ്രകാരം അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് പ്രകാരം അവർ പോകേണ്ട ഒരു ക്രിമിനൽ ആയാലും സിവിൽ ആയാലും ജസ്റ്റിസ് കിട്ടണം എന്നുള്ള ഒരു നാഗാ കസ്റ്റമറി ലോ ഉണ്ട്, അത് നോക്കണം. ഓണർഷിപ്പ്, ലാൻഡിനെ മാറ്റുക, അതാണ് ഓണർഷിപ്പ്. ഈ ഓണർഷിപ്പും ട്രാൻസ്ഫർ ഓഫ് ലാൻഡും, എത്രത്തോളം ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യാം, ഏതൊക്കെ റിസോഴ്സസ് കൊടുക്കാം, ഇതിനൊക്കെ അവരൊരു ലോ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റി വരുന്നത് ഗവർണർക്കാണ്. ആ ഗവർണറാണ് ലോ, ആ സ്റ്റേറ്റിലെ ഗവർണറാണ് അതിന്റെ ലോ ആൻഡ് ഓർഡർ നോക്കേണ്ടത്. ഇനി 371B പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻ എന്താന്ന് വെച്ചാല് ഈ ട്രൈബ്സ് പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ആണ്. ഹില്ലി ട്രൈബിന്റെ ആസാമിലുള്ള ഹില്ലി ഏരിയയിലുള്ള അവരുടെ പ്രൊട്ടക്ഷൻ ആണ്, റൈറ്റ്സ് ആണ്. ഇതില് പ്രസിഡന്റ്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രസിഡന്റും ഫംഗ്ഷൻ കമ്മിറ്റി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും ആയിട്ടാണ് ഇത് മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്ത് ആ ട്രൈബൽ ഏരിയാസ് ഓഫ് ആസാമിനെയാണ് അതിൽ അവർ നോക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നോക്കുന്നത് 371C പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി, ലെജിസ്ലേറ്റീവ് അസംബ്ലിയും അവരുടെ മെമ്പേഴ്സും എലക്ട് ചെയ്തിട്ടുള്ള മെമ്പേഴ്സും ട്രൈബൽ ഏരിയാസ് ഓഫ് മണിപ്പൂർ ആണ്. അപ്പൊ ഗവർണർ എന്ത് ചെയ്യണം? ആനുവലി ഒരു റിപ്പോർട്ട് കൊടുക്കണം പ്രസിഡന്റിന് എന്തിനെ പറ്റി വെച്ചാൽ ഈ അഡ്മിനിസ്ട്രേഷൻ ഹില്ലി ഏരിയയിൽ എങ്ങനെയാണ് നടക്കുന്നതിനെ പറ്റി. ഇനി ആർട്ടിക്കിൾ 371F പറ്റി പരാമർശിക്കുകയാണെങ്കിൽ അത് സിക്കിമാണ്. അവിടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സിക്കിം ഒരു ഇന്ത്യൻ യൂണിയന്റെ 1975 ആവുന്നത്. അപ്പോൾ ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ സീറ്റ് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെന്റ് സെക്ഷൻസിലുള്ള സൊസൈറ്റിയിലുള്ളവർ അവിടെ ഉണ്ട്. അപ്പൊ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് അസംബ്ലി, ലെജിസ്ലേറ്റീവ് അസംബ്ലി സിക്കിമില് 30 സീറ്റിൽ കുറയാണ്ട് വേണം. അടുത്തതായിട്ട് പറയുന്നു 371, നമ്മൾ നേരത്തെ പറഞ്ഞു മിസോറാം, അവിടെ ഗവൺമെന്റ് ഒരു പാർലമെന്റിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള സർട്ടൻ റൂൾസ് ലെജിസ്ലേറ്റീവ് അസംബ്ലി റെസൊല്യൂഷൻസിൽ കൂടെ പാസ്സാകാം. അപ്പൊ ഈ ഇഷ്യൂസ് എന്തൊക്കെയാന്ന് വെച്ചാൽ റിലീജിയസ് ആയിട്ടുള്ളതും സോഷ്യൽ പ്രാക്ടീസ് ആയിട്ടുള്ളതും മിസോറോടെ.
മിസോ കസ്റ്റമറി ലോസും പ്രൊസീജിയേഴ്സും, പിന്നെ അഡ്മിനിസ്ട്രേഷൻ, സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷൻ, മിസോ കസ്റ്റമറി ലോ, ഓണർഷിപ്പ് ഓഫ് ലാൻഡ്, അതേമാതിരി ട്രാൻസ്ഫർ. ഇതൊക്കെയാണ് അതിൽ നോക്കേണ്ടത്. ഇനി ആർട്ടിക്കിൾ 371H പറയുന്നത് എന്താ വെച്ചാല്, റെസ്പോൺസിബിലിറ്റി, ഗവർണറുടെ റെസ്പോൺസിബിലിറ്റി അരുണാചൽ പ്രദേശിനെ നോക്കുക എന്നതാണ്, പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു സ്റ്റേറ്റില് ലെസ് ദാൻ 30 സീറ്റ് പാടില്ല, അതാണ് അതിന്റെ കണ്ടീഷൻ. ഇനി ഈ സ്റ്റേറ്റ്സ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയില് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ഉണ്ട്, അതിനെ നമ്മൾ SCS എന്ന് പറയും. അപ്പോൾ സ്പെഷ്യൽ കാറ്റഗറി സീറ്റ്സ് SCS, ഈ സ്റ്റേറ്റ്സ് നോർത്ത് ഈസ്റ്റിലുള്ള സ്പെഷ്യൽ സ്റ്റാറ്റസ് അനുഭവിക്കുന്ന സ്റ്റേറ്റ്സ്, ഇവരുടെ 5ാമത്തെ ഫൈനാൻഷ്യൽ കമ്മീഷൻ പ്രകാരം ഒരു കാറ്റഗറി ഓഫ് സ്റ്റേറ്റ്സിനെ 1969 ഒരു പർപ്പസിന് വേണ്ടി ഉണ്ടാക്കുന്നു. ഇതിന്റെ അസിസ്റ്റൻസും ടാക്സ് എങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതെന്ന് നോക്കുന്നു. ഇത് കൂടാണ്ട് ഒരു ഐഡന്റിറ്റി, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിന്റെ ഫോളോയിങ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് നോക്കിയാൽ, ആദ്യത്തത് ഹില്ലി ആൻഡ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെറൈൻ ആയിരിക്കും. രണ്ടാമത്തത് നമ്പർ ഓഫ് പോപ്പുലേഷൻ ഡെൻസിറ്റി, അതായത് അവിടെയുള്ള ഡെൻസിറ്റി ഒരു ട്രൈബൽ പോപ്പുലേഷൻ ആയിരിക്കും, ലോ ആയിരിക്കും. മൂന്നാമതായിട്ട് പറയുന്നത് ഒരു ലൊക്കേഷൻ ബോർഡേഴ്സിൽ വരുന്ന ലൊക്കേഷൻ നെയ്ബറിംഗ് കൺട്രീസ് ആയിട്ട് വരുന്നു. നാലാമത് പറഞ്ഞത് വയബിൾ ആയിട്ടുള്ള ഫൈനാൻസസ് വേണം. അപ്പൊ ഇങ്ങനെ പല ആസാമിനും നാഗാലാൻഡിലും ഒക്കെ ഇതേ പോളിസികൾ ഫോളോ ചെയ്താണ് ആ സ്പെഷ്യൽ കാറ്റഗറിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ഈ സ്പെഷ്യൽ കാറ്റഗറിയിൽ കൂടെ വന്ന ശേഷം ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റിനെ കൺവേർട്ട് ചെയ്തു 5-ാം തീയതി 2019. അതിനെ 2 യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റി, ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക്. അതിനെയും സ്പെഷ്യൽ കാറ്റഗറി 1969 കൊണ്ടുവരുന്നത്. അവരുടെ ഡിമാൻഡ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റസും അവർക്ക് സ്റ്റേറ്റ്സ് ആക്കി മാറ്റി. ഇനി നമുക്ക് ഈ ഭാഗത്തോടുകൂടി ഈ നമ്മളുടെ ഈ ലെസൺ അങ്ങോട്ട് തീരുകയാണ്. നമുക്ക് അടുത്ത ലെസണിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഈ ലെസണിന്റെ അവസാന ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഒന്ന് രത്ന ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ, പ്രൊട്ടക്ഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊട്ടക്ഷൻ കൊടുത്ത്, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുത്താണ് കസ്റ്റമറി ലോസിനെയൊക്കെ കൊണ്ടുവന്നത്. അതേമാതിരി തന്നെ ഔട്ട്സൈഡേഴ്സിന്, ചുരുക്കി പറയാണ്, ഔട്ട്സൈഡേഴ്സിന് വാങ്ങാനോ വിൽക്കാനോ പാടില്ല, അവിടുത്തെ വയലേറ്റ് ചെയ്യാൻ പാടില്ല, അവിടുത്തെ ട്രഡീഷൻസും കസ്റ്റമറി ലോസും വയലേറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ സൗത്ത് ആ ഭാഗത്തുള്ളതിന് ട്രൈബൽ ഏരിയാസ് ഒന്നും, അതേമാതിരി നോർത്ത് ഈസ്റ്റ് ഇന്ത്യനെ വേറെ അതിന് മാറ്റിയ റീജിയൻ ഉള്ളതിന് ഷെഡ്യൂൾഡ് ഏരിയാസ് എന്നൊക്കെ മാറ്റി. 6ാമത്തെ ഷെഡ്യൂൾ പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ട്രൈബ്സിനെ ട്രൈബൽ ഏരിയാസ് എന്നാക്കി മാറ്റി. പിന്നെ നമുക്ക് റിലീജിയനായിട്ട് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നു. 6ാമത്തെ ഷെഡ്യൂൾ പ്രകാരം ആസാം, മേഘാലയ, മിസോറം, ത്രിപുര ഇതെല്ലാം കൂടെ ഒരു എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പവർ കൊടുത്തു. അത് ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ എന്ന് വരും. ആ ട്രൈബലിനെയാണ് നമ്മൾ എക്സ്ക്ലൂഡഡ് എന്നും പാർഷ്യലി എക്സ്ക്ലൂഡഡ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നതിനെ മാറ്റി, പേര് മാറ്റി റീനെയിം ചെയ്യാണ്, ട്രൈബൽ ഏരിയാസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറഞ്ഞു. 6ാമത്തെ ഷെഡ്യൂളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്നർ ലൈൻ പെർമിറ്റ്, അതായത് ആൾക്കാർക്ക് സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിൽ പോവാൻ ഒരു ഇന്നർ ലൈൻ പെർമിറ്റ് വേണം. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറം, മണിപ്പൂർ, നോർത്ത് കച്ചാർ ഡിസ്ട്രിക്ട്, ആസാം ഇതൊക്കെ എൻ്റർ ചെയ്യണമെങ്കിൽ ഒരു പോയിന്റ് ഉണ്ട്, ഒരു പോയിന്റിന് ശേഷമേ എൻട്രി ചെയ്യാൻ പാടുള്ളൂ. ആ പർപ്പസിനാണ് ലൈൻ ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പെർമിഷൻ എന്ന് പറയുന്നത്. അതിനെ എന്തുകൊണ്ടാണ് അതെങ്കിലും ലൈൻ ഓഫ് ഇന്റർനാഷണൽ ലൈൻ ഓഫ് പെർമിഷൻ കൊടുത്തതെന്ന് വെച്ചാൽ, അതായത് പുറത്തുനിന്ന് ആൾക്കാർ വരാണ്ടിരിക്കാനും ട്രൈബൽ ഏരിയയിൽ കവർ അപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അവരുടെ ഏരിയനെ കവർ അപ്പ് ചെയ്ത് ഷെഡ്യൂളിൽ കൂടെ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക. അതേമാതിരി പല ആർട്ടിക്കിൾസ് നമ്മൾ നേരത്തെ പറഞ്ഞു,
5 ആർട്ടിക്കിൾസ് ഞാൻ പറഞ്ഞതായിരുന്നു. അങ്ങനെയാണ്, അതായിരുന്നു ഉദ്ദേശം. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ, അതായത് അടുത്ത നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താ വെച്ചാല് ഈ റീജിയണൽ ആയിട്ടും ഡിസ്ട്രിക്ട് ലെവലിലുള്ള കൗൺസിലിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ഇവരുടെ കൗൺസിലിന്റെ പവർ എന്താണ്, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കൗൺസിൽ, റീജിയണൽ കൗൺസിലിന്റെ പവർ എന്താണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇവിടെ ACDs ഉണ്ട്, ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസ് വരുന്നുണ്ട്. സ്റ്റേറ്റ്സ്, ചില സ്റ്റേറ്റില് ACDs ഉണ്ടാവും, ചില സ്റ്റേറ്റില് 6th ഷെഡ്യൂൾ പ്രൊവിഷൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾക്ക് അറിയാൻ പോകുന്നത് ഈ ADCന്റെയും ARCന്റെയും റീജിയണൽ കൗൺസിലിന്റെയും പവേഴ്സ് എന്താണ്, അത് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും. പതുക്കെ പോവാം. അപ്പൊ ഈ കൗൺസിലില് ഈ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് വന്നിട്ടുള്ളത് 6ാമത്തെ ഷെഡ്യൂളാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ 6ാമത്തെ ഷെഡ്യൂള് ആർട്ടിക്കിൾ 244. അതേമാതിരി ആർട്ടിക്കിൾ 371A, 371C, 371F, 371H. ഇതിലാണ് ഈ സ്റ്റേറ്റ്സ് സ്പെഷ്യൽ സ്റ്റേറ്റസ് ആയിട്ട്, അവർക്ക് സ്പെഷ്യൽ റീജിയൻ ആയിട്ട് എൻജോയ് ചെയ്യുന്നു. ഇവിടെ ഇവർക്ക് എന്താ ബെനിഫിറ്റ് വെച്ചാൽ എൻടൈറ്റിൽമെന്റ് ടാക്സ് റിബേറ്റ് ചെയ്യും, ടാക്സ് റിബേറ്റ് കിട്ടുന്നുണ്ട്. അതേമാതിരി തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ അസിസ്റ്റൻസും ഉണ്ട്. അത് ഇപ്പോഴും നമ്മുടെ പോണ്ടിച്ചേരി യൂണിയൻ ടെറിട്ടറിക്ക് ഈ ടാക്സിന്റെ വ്യത്യാസം കാണാൻ പറ്റും. സ്റ്റേറ്റിനും യൂട്ടിക്കും തമ്മിൽ ടാക്സ് വ്യത്യാസം ഉണ്ട്. ഇനി നമ്മൾ ഇതിന്റെ കോൺസെപ്റ്റ് എന്താ നോക്കുമ്പോൾ, റീജിയണൽ ആയിട്ടും ഡിസ്ട്രിക്ട് ലെവലായിട്ടുള്ള കൗൺസിൽസിന്റെ അതാണ് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്തത് ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ടാക്കുക, അതിനുശേഷം റീജിയൻ കൗൺസിൽസിൽ അത് നോർത്ത് ഈസ്റ്റിൽ ഉണ്ടാക്കുക. ഇങ്ങനെ വരുന്ന ഡിവൈസസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇക്കണോമിക് ഇൻട്രസ്റ്റും കൾച്ചറൽ ഐഡന്റിറ്റീസും ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ്. അപ്പോ ഓട്ടോണമസ് ആയ ഡിസ്ട്രിക്ട് കൗൺസിൽ വഴി, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിവൈസസ് വഴി നമ്മൾ എൻറ്റയർ ആയിട്ട് ഒരു ട്രൈബൽ ഡിസ്ട്രിക്റ്റിനെയാണ് നോക്കുന്നത്. അത് മാത്രമല്ല അവരുടെ കാര്യങ്ങളെ പറ്റിയാണ് ഇവർ ആലോചിക്കുന്നത്. ഓട്ടോണമസ് റീജിയണൽ കൗൺസിൽ കവർ ചെയ്യുന്ന ഏരിയ വന്നിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ടേം ഉണ്ട്, ട്രൈബ് ഉണ്ട്, അല്ലെങ്കിൽ റീജിയൻ ഉണ്ട്. ആ ഡിസ്ട്രിക്റ്റിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള റീജിയനിലുള്ളവരെയാണ് അവര് പ്രൊട്ടക്ട് ചെയ്യാറ്. ഓട്ടോണമസ് റീജിയണൽ കൗൺസിലിൽ കൂടെ ഒരു ഡിസ്ട്രിക്റ്റിനെ എലിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിലിലേക്ക് ലെവലിലേക്ക് അവർക്ക് എത്തിക്കൊടാൻ പറ്റുമെന്നർത്ഥം. ഇത് കൗൺസിലിന്റെ കോൺസ്റ്റിറ്റ്യൂഷണലി നോക്കുമ്പോൾ 121ാമത്തെ അമെൻമെന്റ്, 125th അമെൻമെന്റ് ആയിട്ട് ബില്ലില് 2019 അത് കാണുന്നുണ്ട്. ഈ വില്ലേജും മുനിസിപ്പൽ കൗൺസിൽസും ഡിസ്ട്രിക്ട് കൗൺസിൽസും എല്ലാം 6ാമത്തെ ഷെഡ്യൂളിൽ കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെയാണ് അതിന്റെ ഭാഷകൾ വരിക. അപ്പോ ഈ സജഷൻസ് റൂൾസിന് പ്രകാരം വില്ലേജും വില്ലേജ് കൗൺസിലും അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുന്നു. അപ്പോ ട്രഡീഷണലി ഈ ട്രൈബൽസ് ആയ ഷെഡ്യൂൾ ഏരിയാസിലുള്ളവര്, നമ്മൾ നേരത്തെ പറഞ്ഞു ഷെഡ്യൂൾ 6ലാണ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത്. അതേമാതിരി എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള, പാർഷ്യലി എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ഏരിയാസ് ഉള്ളവർ പറഞ്ഞിട്ടുള്ളത് വേറൊരു ഷെഡ്യൂൾ. അപ്പോൾ ഈ ബർഡോളി കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നത് അവിടുത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിവൈസസ് കൊണ്ടുവരണം. അതായത് ആ ഡിവൈസ് വഴി സ്പെഷ്യൽ ഓട്ടോണമി ട്രൈബൽ ഏരിയക്ക്, നോർത്ത് ഈസ്റ്റ് ഏരിയക്ക് സ്പെഷ്യൽ ഓട്ടോണമി കൊടുക്കണം. അങ്ങനെ ഒരു ഓട്ടോണമി വരുമ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ഐഡന്റിറ്റീസും അതിന്റെ നാച്ചുറൽ റിസോഴ്സിനെ പ്രിസർവ് ചെയ്യാനും പറ്റും. അപ്പോൾ 6ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞ പ്രകാരം ക്രിയേഷൻ ഓഫ് ഡിസ്ട്രിക്റ്റും ക്രിയേഷൻ ഓഫ് കൗൺസിൽസും വരുമ്പോൾ ഇവിടെ റിസൾട്ട് വരുന്നത് ബഡോയി റെക്കമെൻഡേഷൻസ് പ്രകാരമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദ പവർ ടു ഇൻക്രീസ് അല്ലെങ്കിൽ ഐഡന്റിഫൈ എ സ്റ്റേറ്റ്
ഏത് വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആലോചിക്കും. ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ വേണോ, ഓട്ടോണമസ് റീജിയണൽ കൗൺസിൽസ് വേണോ എന്നുള്ളത് അവര് ഗവർണറുടെ ഡിസ്കഷൻ ചെയ്യുന്നത്. ഇനി ഗവർണർക്കും പവർ ഉണ്ട്. പവർ എന്ന് വെച്ചാൽ ഓൾട്ടർ ചെയ്യാനും ടെറിട്ടോറിയൽ ഡിസ്ട്രിക്ഷൻസ്, അതായത് ഈ പ്രകാരം, അതായത് ADCന്റെയും ARCന്റെയും ജുഡീഷ്യൽ ഡിസ്ട്രിക്ഷൻസ് ചേഞ്ച് ചെയ്യാനുള്ള പവർ ഗവർണർക്കുണ്ട് എന്നർത്ഥം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോണമസ്, സ്വയം സംവരണം എന്നാണ് അർത്ഥം. ഓട്ടോണമസ് എന്ന് പറയുമ്പോൾ ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസ് എവിടെയൊക്കെ ഉണ്ടായിരുന്നത്, ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഉണ്ടായിരുന്നത്? 6ാമത്തെ ഷെഡ്യൂൾ പ്രകാരം അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഏഷ്യ പ്രകാരം ആസാം, മേഘാലയ, ത്രിപുര, മിസോറം, ഇതിലാണ് ഈ ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ ഉണ്ടായിരുന്നത്. ഇത് കൂടാണ്ട് ഇതിനെ 3 സ്റ്റേറ്റിന് വേറൊരു പേര് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ആസാമിൽ തന്നെ ഡിവിഷൻ, കൊച്ചു കൊച്ചു ഡിവിഷൻസ് ഉണ്ട്. ആസാമിന്റെ ഡിവിഷൻ നോക്കുമ്പോൾ നോർത്ത് കാച്ചാർ ഹിൽസ് ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ദിമ-ഹാസോ എന്ന് പറയും. രണ്ടാമത്തത് കാർബി അങ്കോലങ് ഡിസ്ട്രിക്ട്. മൂന്നാമത്തത് ബോഡോലാൻഡ് ടെറിട്ടോറിയൽ ഏരിയ ഡിസ്ട്രിക്ട്. ഇത് 3ഉം ആസാമിന്റെ ഉള്ളില്. ഇനി മേഘാലയയില് 1952 എലക്ഷൻ നടക്കുന്നുണ്ട്. അതിനെ കൗൺസിലാക്കി മാറ്റി. എന്നിട്ട് യുണൈറ്റഡ് കാസീന ജനീറ്റ ഹിൽസ് ഡിസ്ട്രിക്ട്, ഖാരോ ഹിൽസ് ഡിസ്ട്രിക്ട്, മേഘാർ ഹിൽസ്, മിക്കർ ഹിൽസ്, ഹിൽസ് ആണ് അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത് മേഘാലയയില്. അവിടെ പിന്നെ ഒരു ഡിസ്ട്രിക്ട്, 1, 2, 3 ഡിസ്ട്രിക്ട്സ് കൂടി ഉണ്ട്. ഒന്ന് കാസി ഹിൽസ് ഡിസ്ട്രിക്ട്, ജനീറ്റ ഹിൽസ് ഡിസ്ട്രിക്ട്, ഖാരോ ഹിൽസ് ഡിസ്ട്രിക്ട്. ഇനി ത്രിപുരയിലെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ട്രൈബൽ ഏരിയാസ് ആണ്. അപ്പൊ ട്രൈബൽ ഏരിയാസ് ഡിസ്ട്രിക്റ്റ് ആണ് ത്രിപുരയില്. മിസോറത്തില് ചക്മ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ട് ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ, CADC, അല്ലെങ്കിൽ മാര ഡിസ്ട്രിക്ട്, മാര ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ. പിന്നെ ലൈ ഡിസ്ട്രിക്ട്, അത് ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിലാണ് വരുന്നത്. അപ്പോൾ ഈ ഏരിയകളിലൊക്കെ ആസാമിലും ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള 1986 ഇതൊക്കെ ഇങ്ങനെ പിരിച്ചു വരുമ്പോ നേരത്തെ ഉണ്ടായിരുന്ന മിസോ ഹിൽസ് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ട്, അത് നേരത്തെ ഇപ്പൊ അതിന്റെ പഴയ പേര് ലുസാഹി ഹിൽസ് എന്നായിരുന്നു. അതിപ്പോ മിസോ ഹിൽസ് എന്നാക്കി മാറ്റി. മിസോ ഹിൽസ് ഡിസ്ട്രിക്ട് ആസാമിലുള്ളത് ഒരു റീജിയണൽ കൗൺസിലാണ് വരുന്നത്. അതേമാതിരി തന്നെ അതിന് പവി ലഹാർ എന്ന് പറയും, പവി ലഹാർ റീജിയണൽ കൗൺസിൽ. ഇതിന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുന്നത് 1953. ദ മിസോറം ഹിൽസ് ഡിസ്ട്രിക്ട് വരുന്നത് യൂണിയൻ ടെറിട്ടറി ആയിട്ട് 1972. ഈ മിസോറം വന്നിട്ട് യൂണിയൻ ടെറിട്ടറി ആവുകയും പവി ലഖാർ ഡിസ്ട്രിക്ട് കൗൺസിലായിട്ട് റീഓർഗനൈസ് ചെയ്തപ്പോൾ ട്രൈഫ്യൂരിക്കേഷൻ ആണ് അവിടെ വരുന്നത്. 3 വിധത്തിലുള്ള കൗൺസിൽസ് ആണ് വരുന്നത്. 1 പവി, 2 ലഖാർ, 3 ചക്മ. ഇങ്ങനെ ഡിസ്ട്രിക്റ്റിനെ മാറ്റി കൗൺസിൽസ് ഉണ്ടാക്കി. ആ റീജിയണൽ കൗൺസിൽസിൽ കൂടെ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ACD, അതേമാതിരി 72 മിസോറം ഡിസ്ട്രിക്റ്റില് മിസ്ലേനിയസ് പ്രൊവിഷൻസ് വഴി കൗൺസിൽസ് ഉണ്ടാക്കിയ 72. ഇതിനെ റീനെയിം ചെയ്യുന്നത് പവി റീജിയണൽ കൗൺസിൽ എന്നാണ്, ലെയ് ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ എന്നാണ്, മാര ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ എന്നാണ്. ഇങ്ങനെ ഓരോ ഭാഗത്തിനും ചക്മ ഓട്ടോണമസ് ഡിസ്ട്രിക്ട്. ഇതിന്റെ അവരുടെ പേര് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് ക്ലിയർ ആയിട്ട് പോകുള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ കൗൺസിലിന്റെ എക്സ്റ്റൻഷൻ ആണ്. എക്സ്റ്റൻഷൻ വരുമ്പോൾ 6ാമത്തെ ഷെഡ്യൂളിൽ എന്ത് വരുന്നു അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 6ാമത്തെ ഷെഡ്യൂളില് നമ്മൾ കൗൺസിൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു മണിപ്പൂരിലും ത്രിപുരയിലും. ഈ പ്രൊവിഷൻസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല, നോട്ട് എക്സ്റ്റെൻഡഡ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ഏരിയകളിൽ നോർത്ത് ഈസ്റ്റില് ഈ ഇൻട്രൊഡക്ഷൻ കൗൺസിലും ഡിസ്ട്രിക്ട് കൗൺസിലും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിന് ശേഷം ഫർദറായിട്ട് എക്സ്റ്റൻഷൻ ഈ പ്രോവിൻസസ്, അതായത് മണിപ്പൂരിലും 1978
ത്രിപുരയിലെ 1980. ഇതിന്റെയൊക്കെ പർപ്പസ് ഡിമാൻഡ് ചെയ്യുന്നത് ത്രിപുര ഓട്ടോണമസ് കൗൺസിൽ ഡിസ്ട്രിക്ട് കൗൺസിലാണ്. 6ാമത്തെ ഷെഡ്യൂൾ 1 തീയതി April 1, 1987. ഇപ്പോ ഈ ഡിമാൻഡ് കൗൺസിലിന്റെ ഡിമാൻഡ് റേസ് ചെയ്തെടുക്കാനായിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗം അവിടെ ഒരു എന്താണ് ചെയ്യുന്നത്, കുക്കി റീജിയണൽ കൗൺസിൽ എന്ന് പറയും. അതവിടെ ഫോമായി. കുക്കി ഭാഗം, അതായത് കാർബി ഏരിയയിൽ വരുന്ന കുക്കി ഭാഗം. ഇതിന്റെ കൂടെ ആസാമിന്റെ ഡിമാൻഡ് വെക്കുകയാണ് റീജിയണൽ കൗൺസിൽ ഹമാസ് എന്നുള്ള സ്ഥലത്ത് വേണമെന്ന്. നോർത്ത് കച്ചാർ പറയുന്നു അവർക്കും ആസാമില് ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ വേണമെന്ന്. അപ്പോൾ ADCs വരുമ്പോ ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിലാണ് ഞാൻ ADCs എന്ന് പറയുക. ഈ നോർത്ത് ഇന്ത്യയില് പലവിധമായ ഓട്ടോണമി മൂവ്മെന്റ്സ് ആണ് വരുന്നത്. ഇതിന്റെ കൂടെ റെസ്പോണ്ട് ചെയ്തു വരുന്നത് കൗൺസിലിന് ADC ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ നേപ്പാളീസ്. അതാണ് ഇന്ത്യൻ നേപ്പാളീസ്, നമ്മൾ ഗൂർഖ എന്ന് പറയും. നമ്മുടെ ഇവിടെയൊക്കെ സെക്യൂരിറ്റിക്ക് വന്നിരുന്ന ആൾക്കാരാണ് ഗൂർഖാസ്. അവര് വെസ്റ്റ് ബംഗാളിലും 1989 ട്രൈബൽസിലുള്ളവര് സൗത്ത് ബംഗാളില് ജാർഖണ്ഡ് സ്റ്റേറ്റിൽ നിന്നാണ് ഇവരെ കൊണ്ടുവരുന്നത്. അവരെ ടിബറ്റൻ ഇന്ത്യൻസ് ആണ്, ടിബറ്റിന്റെ ഭാഗത്തുള്ള ഇന്ത്യൻസ് ആണ്. ഈ ടിബറ്റൻ ഇന്ത്യൻസ് റീജിയനിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്, ഈ യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് വന്നിട്ടുള്ളവരാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് പവേഴ്സ്, ഓരോരുത്തരുടെ പവർ എത്രയുണ്ട്, ഡിസ്ട്രിക്റ്റിന് എന്ത് പവർ ഉണ്ട്, കൗൺസിലിന് എന്ത് പവർ ഉണ്ട്. 6ാമത്തെ ഷെഡ്യൂളിൽ 2 പവേഴ്സിനെയും വ്യത്യാസമായിട്ട് പറയുന്നു. ഗവർണർ, അതായത് ഗവർണർ ഉണ്ടാക്കുന്ന റൂള് ADCന്റെ പറ്റിയോ അല്ലെങ്കിൽ ARCനെ പറ്റിയോ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ കൗൺസിൽ എന്നാണ്. അതായത് ട്രൈബൽ കൗൺസിലിന്റെ അടുത്തോ അവരുടെ റെപ്രസെന്റേറ്റീവ്സിന്റെ അടുത്തോ ട്രൈബൽ ഓർഗനൈസേഷൻസിന്റെ അടുത്തോ ഇവര് കൺസൈൻ ചെയ്ത് അതിനെപ്പറ്റി പരാമർശിച്ചിട്ട് വേണം ഇതുണ്ടാക്കാൻ എന്നുള്ളതാണ് അർത്ഥം. ഇപ്പോ ADC വന്നു, ARCയിലും പുതിയതായിട്ടുള്ള ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും ജുഡീഷ്യലും ഫിനാൻഷ്യൽ പവേഴ്സ് വരികയാണ്. അപ്പൊ ഈ ഓട്ടോണമസില്, അതിനാണ് ഇവർക്ക് ഓട്ടോണമി ചോദിക്കുന്നതും റീജിയണൽ കൗൺസിലില്. ഇതില് ജൂറിസ്ഡിക്ഷനില് വരുമ്പോൾ ഡെലിഗേഷൻ പവറിനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതായത് കുറച്ച് മാറ്റി കൊടുക്കുന്നതിനാണ് ഡെലിഗേഷൻ എന്ന് നമ്മൾ പറയാ. അപ്പോ ഈ പവർ, അതായത് ADCക്കുള്ള പവറിനെ ഡെലിഗേഷൻ ചെയ്ത് കൊടുത്തിട്ട് അത് ഏത് വഴിയാ കൊടുക്കുന്നത്, 6ാമത്തെ ഷെഡ്യൂൾ വഴി. 6ാമത്തെ ഷെഡ്യൂൾ വഴി അവരുടെ വർക്കിനെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ അലോട്ട്മെന്റിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഉണ്ട്, ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ ഫങ്ഷൻ ചെയ്യുന്ന പവർ ഉണ്ട്, റീജിയണൽ കൗൺസിലിന്റെ ഡിഫർ ചെയ്യുന്നത്, അതായത് സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് വരുമ്പോൾ നമുക്ക് ഡിഫറൻസസ് കാണാൻ പറ്റും. അത് ഇതിലേക്ക് പരാമർശിക്കുന്നുണ്ട്. ഇനി 6ാമത്തെ ഷെഡ്യൂള് ഈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷന് വേണ്ടി കൗൺസിലില് പാരാ നമ്പർ 12, പാരാ നമ്പർ 13, പാരാ നമ്പർ 12AA, 12B ഇങ്ങനെ സ്റ്റേറ്റ്, ഓരോ സ്റ്റേറ്റിനും മേഘാലയ, ത്രിപുര, മിസോറം റെസ്പെക്റ്റീവ്ലി എന്നുള്ള ലെവലിൽ അത് കൊടുത്തു. ഇനി പവറും ഫങ്ഷനും, അതായത് ഡിസ്ട്രിക്ട് കൗൺസിലിന്റെയും റീജിയണൽ കൗൺസിലിന്റെയും സമ്മറൈസ് ചെയ്യാൻ പോവാണ്. സമ്മറൈസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മള് പവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ 3 വിധത്തിലാണ് പവറിനെ ഡിവൈഡ് ചെയ്യുക. ആദ്യത്തേത് ലെജിസ്ലേറ്റീവ്, പിന്നെ വരുന്നത് എക്സിക്യൂട്ടീവ്, പിന്നെ വരുന്നത് ജുഡീഷ്യൽ. അതിപ്പോഴും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അങ്ങനെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ ലെജിസ്ലേറ്റീവ് എന്ന് വെച്ചാൽ നിയമം ഉണ്ടാക്കുക, അതാണ് അർത്ഥം. ലെജിസ്ലേഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അതിനെപ്പറ്റി നിയമസഭ എന്ന് പറയില്ലേ, നമ്മുടെ നിയമസഭ, കേരള നിയമസഭ എന്ന് പറയാറില്ലേ, ആ സഭയാണ് ഈ ലെജിസ്ലേറ്റീവ് പവേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. അത് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഗവർണറിന്റെ വാലിഡിറ്റി, ലോസ് വാലിഡിറ്റി ആവില്ല. അതായത് എപ്പോ ഗവർണറിന്റെ
പെർമിഷൻ ഇല്ലാണ്ട് അത് ലോ ഉണ്ടാക്കി പാസ്സാക്കിയാലും അത് നിയമമായിട്ട് മാറണമെങ്കിൽ ഗവർണർ സമ്മതിക്കണം. ആ സ്റ്റേറ്റിലെ ആ ഗവർണർ സമ്മതിക്കണം. അതാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. ഇവിടെ ADCസും ARCസും ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് അലോട്ട്മെന്റ്, ലാൻഡ് ഫോറസ്റ്റ് അല്ലാത്ത ഭാഗങ്ങള് എന്ത് പർപ്പസിനാണ് അലോട്ട് ചെയ്യുന്നത്, അഗ്രികൾച്ചറിലാണോ വ്യവസായത്തിനാണോ റെസിഡൻഷ്യലാണോ എന്ന് നോക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, മാനേജ്മെന്റ് ഓഫ് ഫോറസ്റ്റ്, റിസർവ് ഫോറസ്റ്റ് അല്ലാത്തതിനെ ഇൻക്ലൂഡ് ചെയ്യുക. കനാൽസും വാട്ടർ സോഴ്സസിന്റെയും പർപ്പസ്, എന്ത് പർപ്പസിനാണ് അത് എടുക്കുന്നത്, അതും അഗ്രികൾച്ചറിലാണോ എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇങ്ങനെ റെഗുലേഷൻ, ജുഹം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, മാറി മാറി കൾട്ടിവേഷൻ കണ്ടത് ജുഹം എന്ന് പറയും. അവിടെ എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യുന്ന ടൗൺ എന്തായിരിക്കണം, വില്ലേജ് എന്തായിരിക്കണം, കൗൺസിൽ എന്തായിരിക്കണം എന്നുള്ള റൂള് മുഴുവനും ഇവരുടെ കയ്യിലാണ് വരുന്നത്. പിന്നെ ആരെയാണോ നമ്മളുടെ തലവനായിട്ട് സക്സഷൻ കൊടുക്കുന്നത് ആർക്കാണ്, വില്ലേജ് ഹെഡ്മാൻ ആയിട്ട് വരുന്നത് ആരാണെന്നുള്ള പവറും ഇവിടെ ഈ ലെജിസ്ലേറ്റീവ് പവറിൽ വരുന്നുണ്ട്. ഇൻഹെറിറ്റൻസ്, പ്രോപ്പർട്ടീനെ മാറ്റി വേറെ ആൾക്ക് മാറ്റുക. അതേമാതിരി മാരേജ്, അത് റിലീജിയസ് ആയിട്ടുള്ള മാരേജ്, ഡൈവോഴ്സ്, ഇതൊക്കെ ഇവരുടെ കൺട്രോളിലാണ് വരുന്നത്. ലാസ്റ്റ് ആയിട്ട് വരുന്നത് സോഷ്യൽ റിഫോംസ്. അപ്പോ ഈ ഓരോ പാരഗ്രാഫിലും പറഞ്ഞിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ചിട്ട് വേണം നടത്തി കൊണ്ടുപോകാൻ എന്നാണ് അർത്ഥം. പാര 10 ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള പാര 10 ഡിസ്ട്രിക്ട് കൗൺസിലും ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റിലും പവർ, നിയമം ഉണ്ടാക്കാനുള്ള അധികാരം, റെഗുലേഷൻ, അതേമാതിരി മണി ലെൻഡിങ്, മണി കടം കൊടുക്കാനും ട്രേഡിങ് ചെയ്യാനുള്ള ഏതെങ്കിലും പേഴ്സൺ, ഇതൊക്കെ ഷെഡ്യൂൾ ട്രൈബിലുള്ളവർക്കാണോ റെസിഡന്റ് ആണോ എന്നൊക്കെ നോക്കണം. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്താണ്. നിയമം ഉണ്ടാക്കുന്നത് നിയമസഭയില്, ലെജിസ്ലേറ്റീവ്. ഇനി എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ അത് അതിനെ പ്രാബല്യത്തിൽ കൊണ്ടുവരാം. 6ാമത്തെ ഷെഡ്യൂള് ഡിസ്ട്രിക്ട് കൗൺസിലും ഡിസ്ട്രിക്ട് റീജിയണൽ കൗൺസിലും ആണ് ഈ എക്സിക്യൂട്ടീവ് പവർ. എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നർത്ഥം. അപ്പൊ ഇവിടെ കൗൺസിൽസില് പവർ എസ്റ്റാബ്ലിഷ് ചെയ്യാനും കൺസ്ട്രക്ഷൻ ചെയ്യാനും മാനേജ് ചെയ്യാനും പ്രൈമറി സ്കൂൾസ്, ഡിസ്പെൻസറികള്, മാർക്കറ്റ്, ഫെറി, കാറ്റിൽ, പോണ്ട്, ഫിഷറീസ്, റോഡ് ട്രാൻസ്പോർട്ട്, വാട്ടർവേസ്, ഇതൊക്കെ ഡിസ്ട്രിക്റ്റിന്റെ ലെവലിലാണ് വരുന്നത്. അവിടെ എന്ത് പറ്റുന്നു, ഗവർണർ അപ്രൂവൽ ചെയ്യണം. കൗൺസിൽസ് കാറ്റഗറൈസ് ചെയ്ത് അതിന്റെ ലാംഗ്വേജ്, അതിന്റെ മാനറിസം, ഇൻസ്ട്രക്ഷനിൽ എങ്ങനെ വരും, പ്രൈമറി സ്കൂൾസ് എങ്ങനെ വരും, ഇതൊക്കെ എല്ലാം കൊടുത്തു വേണം അത് കൊണ്ടുപോകാനായിട്ട്. ഇനി ഡിസ്ട്രിക്ട് കൗൺസിലില് ഇൻട്രസ്റ്റ് ചെയ്തിട്ടുള്ള പണികൾ, അതായത് ഏത് പണികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ, കൃഷി, ആനിമൽ ഹസ്ബൻഡറി, പശുപാലനം, കമ്മ്യൂണിറ്റി പ്രോജക്ട്സ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സോഷ്യൽ വെൽഫെയർ, വില്ലേജ് പ്ലാനിങ്, ഇതെല്ലാം വരുമ്പോഴത്തേക്കും ഇതിനെ നമ്മൾ എക്സിക്യൂട്ടീവ്, നിയമത്തിനെ നടപ്പിലാക്കുന്നവരാണ് എക്സിക്യൂട്ടീവ്. ഇനി നടപ്പിലാക്കി വരുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരിക. ആ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ജുഡീഷ്യറിനെ അപ്രോച്ച് ചെയ്യുക. ജുഡീഷ്യറി എന്ന് വെച്ചാൽ കോടതി, കേസ് ജുഡീഷ്യറിയിലേക്ക് പോകുമ്പോൾ അത് ആരാണ് നോക്കേണ്ടത്, ഡിസ്ട്രിക്ട് കൗൺസിൽസും റീജിയണൽ കൗൺസിൽസും അതാത് കോൺസ്റ്റിറ്റ്യൂഷണൽ വില്ലേജിലുള്ള ഡിസ്ട്രിക്ട് കൗൺസിൽസ് കോർട്ട്, അവിടെ ഒരു കോർട്ട് ഉണ്ടാവും. ആ കോർട്ടാണ് ഈ വിധമായ പരാമർശങ്ങൾ അല്ലെങ്കിൽ പരാതികൾ നോക്കേണ്ടത്, സ്യൂട്ട് നോക്കേണ്ടത് അവരാണ്. ഇതിലും പാർട്ടീസ് ഡിസ്പ്യൂട്ട് വരികയാണ്. ഷെഡ്യൂൾ ട്രൈബ് വിത്തിൻ ഒരു ഡിസ്ട്രിക്റ്റിലുള്ള ഷെഡ്യൂൾ ട്രൈബിന്റെ ഡിസ്പ്യൂട്ട് എന്ന് വെച്ചാൽ സ്വരച്ചേർച്ച ഇല്ലായ്മ. അപ്പൊ കോർട്ട് എന്ത് ചെയ്യണം, കോർട്ട് അപ്പീൽ കൊടുക്കണം. എക്സസൈസ് ചെയ്യാനുള്ള കോർട്ട് അപ്പീൽ കൊടുത്ത് ഡിസ്ട്രിക്ട് കൗൺസിൽ വഴി വേണം പോവാനായിട്ട്. ഇനി കൗൺസിലോ റീജിയണൽ കൗൺസിലോ എന്തെങ്കിലും റൂൾസ്
ഏതെങ്കിലും വില്ലേജിനെ പറ്റി മാറ്റി വരികയാണെങ്കിലും അവരെ ഹൈക്കോർട്ട് ആ ലെവലിലേക്കോ സുപ്രീം കോടതിയിലേക്കോ വേണം അത് പോവാനായിട്ട്. ഇങ്ങനെ നമ്മൾ 5 ഇയർ അവർക്ക് പരിമിതി ഡിസിഷൻ കേസ് എടുക്കാനോ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഡെത്ത് സെന്റൻസ് കൊടുക്കാനോ ഇംപ്രിസൺമെന്റോ 5 വർഷത്തിൽ കൂടുതൽ അവർക്ക് കോടതിക്ക് പവർ ഇല്ല. ഇനി ഫൈനാൻഷ്യൽ പവേഴ്സ് ആരുടെ കയ്യിലാന്ന് വെച്ചാല് അവര് ബഡ്ജറ്റ് ഉണ്ടാക്കണം. റിലേറ്റഡ് ടു ദ കൗൺസിൽ അവര് ബഡ്ജറ്റ് ഉണ്ടാക്കണം. ഈ ബഡ്ജറ്റ് വഴി വേണം ലാൻഡിന്റെ ടാക്സ്, ബിൽഡിങ്ങിന്റെ ടാക്സ്, പ്രൊഫഷൻ ടാക്സ്, എംപ്ലോയ്മെന്റ്, ആനിമൽ ഹസ്ബൻഡറിന്റെ ടാക്സ്, വെഹിക്കിൾ ടാക്സ്, എല്ലാവിധമായ ടാക്സ് മാർക്കറ്റിൽ ഉള്ളതിന്റെ പ്രകാരം ഇതിനെ ഒരു ഫെറീസിലും മെയിൻ്റനൻസ്, സ്കൂളിന്റെ മെയിൻ്റനൻസ്, ഡിസ്പെൻസറി മെയിൻ്റനൻസ്, ഇതൊക്കെ ഈ ജൂറിസ്ഡിക്ഷനിലാണ്, റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷനിലാണ് അത് കൊണ്ടുവരേണ്ടത്. ഇനി ഡിസ്ട്രിക്ട് കൗൺസിൽസിന് ഒരു ഗ്രാൻഡ് ലൈസൻസ് ഉണ്ട്, ലീസിങ്ങും അതേമാതിരി ലൈസൻസും. ആ ലൈസൻസിലും റോയൽറ്റീസ് കൊടുത്ത് വേണം അവര് മൈനറൽസിൽ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ട്രിക്റ്റിൽ ഒരു ഫണ്ട് ഉണ്ടാക്കും. ഈ ഫണ്ട് വഴിയാണ് എല്ലാ എമൗണ്ടും ട്രാൻസാക്ഷൻസ് നടക്കുക, ഡിസ്ട്രിക്ട് ഫണ്ട് വഴി. ഈ ഡിസ്ട്രിക്ട് ഫണ്ടിന് ഗ്രാൻഡ് ഇൻ എയ്ഡ് റിസീവ്ഡ് ഫ്രം ദ ഗവൺമെന്റ് എന്നുള്ള ഒരു ചട്ടമുണ്ട്. അത് എത്രയാണോ വരുന്നത് അതാ വേണം അവർക്ക് പാസ് ഓൺ ചെയ്യാൻ. ടാക്സ്, എത്ര ടാക്സ് അടച്ചു, എത്ര ടാക്സ് കിട്ടിയെന്നൊക്കെ നോക്കുന്നതും ഈ ACD ആണ്. ഇനി ഈ ADCസിന്റെ ഷെഡ്യൂളില് ട്രൈബ്സിന്റെയും അഡ്വൈസറി കൗൺസിലിന്റെയും എസ്റ്റാബ്ലിഷ്മെന്റിൽ 5ാമത്തെ ഷെഡ്യൂളിൽ കൂടെ ഫൈനാൻഷ്യൽ പവർ വരെ ബഡ്ജറ്റ് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ഒരു മീനിങ്, സോഴ്സസ് ഓഫ് ഇൻകം എവിടെ നിന്ന് വരുന്നു, അത് 5ാമത്തെ ഷെഡ്യൂളിലാണ് ചോദിക്കുന്നത്. ഈ പണം എവിടെ നിന്ന് വന്നു എന്നുള്ളത്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കൗൺസിൽസിലോ ട്രൈബൽ അഡ്വൈസറി കൗൺസിലോ ഗവൺമെന്റിന്റെ മോറൽ ഡ്യൂട്ടിയാണ് ടു ഗീവ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ കൗൺസിൽസ്. അവർക്ക് വേണ്ട ധനസഹായം കൗൺസിലാണ് കൊടുക്കേണ്ടത്. ഇതേമാതിരി തന്നെ ഡെലിഗേഷൻ ഓഫ് പവറും അവരുടെ കയ്യിലാണ്. 6ാമത്തെ ഷെഡ്യൂൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ലിസ്റ്റാണ്. ഡിസ്ട്രിക്ട് കോടതിയിലും അതേമാതിരി ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും അവര് ഡെലിഗേറ്റ് ചെയ്തിട്ടാണ് ട്രൈബിന് കൊടുക്കും. അഡ്വൈസറി കൗൺസിലിന് 5ാമത്തെ ഷെഡ്യൂൾ വഴി മിനിമൽ പ്രൈമർലി എന്നുള്ള സ്റ്റേറ്റ് ക്യാബിനറ്റ് ഡിസൈഡ് ചെയ്തിട്ടാണ് കൗൺസിലിന് കൊടുക്കുക. ഇനി ഡിസ്ട്രിക്ട് കൗൺസിൽ, ഓട്ടോണമസ് ആയ ഡിസ്ട്രിക്ട് കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള 6ാമത്തെ ഷെഡ്യൂളിൽ കൂടുതൽ പവർ വന്നത് ട്രൈബ്സിനും അഡ്വൈസറി കൗൺസിലിനും 5ാമത്തെ ഷെഡ്യൂളിൽ കൊടുക്കുന്നു. 6ാമത്തെ ഷെഡ്യൂളിൽ അതിന് റെഫറൻസ് കൊടുക്കുന്നത്, ഒരു 6ാമത്തെ ഷെഡ്യൂളിനാണ് നമ്മളൊരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഡിസ്ട്രിക്ട് ആൻഡ് റീജിയണൽ കൗൺസിൽസിനെ മിനി സ്റ്റേറ്റ് എന്ന് പറയും. അതായത് അവരുടെ പവർ എത്രത്തോളം എന്നുള്ളതാണ് അതിൽ കൂടെ പരാമർശിച്ചു പോകുന്നത്. ഈ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പവേഴ്സിനെ നമ്മൾ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ പവേഴ്സ് നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഡിസ്ട്രിക്ട് കൗൺസിൽ കൂടെ പോകുമ്പോഴത്തേക്കും ഇത് അവരെ കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ഈ പവേഴ്സിനെ നേരത്തെ പറഞ്ഞ മാതിരി 6th ഷെഡ്യൂള് ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യൽ, ഫൈനാൻഷ്യൽ പവേഴ്സിനെ ഡിനൈ ചെയ്യുന്നു 5ാമത്തെ ഷെഡ്യൂളിൽ. അപ്പോൾ എക്സിക്യൂട്ടീവ് പവേഴ്സിനെ സ്റ്റേറ്റ് ഡിലേ ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഷെഡ്യൂൾഡ് ഏരിയാസിലേക്കാണ്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഡിസ്ട്രിക്റ്റിന്റെയും റീജിയണലിന്റെയും കോമ്പസിഷനാണ്. ഈ കോമ്പസിഷൻ നോക്കുമ്പോൾ നോമിനേറ്റ് എങ്ങനെയാണ് ഇവരെ അവരെ എലക്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നോമിനേഷൻ കൊടുക്കുക. നമ്മളുടെ അഡൾട്ട് ഫ്രാഞ്ചൈസ് പ്രകാരം അവർ ആദ്യം എലക്ട് ചെയ്യും. പിന്നെ ഗവൺമെന്റ് അതുകൂടാണ്ട് ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സും ഉണ്ടാവും. നമ്മുടെ പാർലമെന്റിലുള്ള മാതിരി തന്നെയാണ്. അപ്പൊ ഇവിടെ മെമ്പേഴ്സ്, ഓരോ ഡിസ്ട്രിക്ട് കൗൺസിലിനും 30 മെമ്പേഴ്സ് വേണം. അതിൽ 26 പേരെ എലക്ട് ചെയ്ത് കൊണ്ടുവരണം. 4 പേരെയാണ്
ഗവൺമെന്റ് അല്ല, ഗവർണറിന് നോമിനേഷൻ ചെയ്യാൻ പറ്റുക. അപ്പൊ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിലിന് മാത്രം ഒരു എക്സെപ്ഷൻ ഉണ്ട്. അവിടെ എക്സെപ്ഷന് അവിടെ 46 മെമ്പേഴ്സ് ഉണ്ട്, 30 അല്ല 46 മെമ്പേഴ്സ് ഉണ്ട്. ആ 46 മെമ്പേഴ്സിൽ 40 പേരെ എലക്ട് ചെയ്യണം, 6 പേരെ ഗവർണർ നോമിനേറ്റ് ചെയ്യണം. ഈ നോമിനേറ്റഡ് ചെയ്യുന്ന ആൾക്കാര് റെപ്രസെന്റേറ്റീവ്സ്, അൺറെപ്രസെന്റേറ്റീവ്സ് കമ്മ്യൂണിറ്റീസ് നിന്നായിരിക്കണം. അതായത് അവർക്ക് കൗൺസിലില് അത്രയും റെപ്രസെന്റേഷൻ ഇല്ലാത്ത, അതായത് മൈനോറിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. മൈനോറിറ്റിനെയാണ് ഗവർണർ അവര് നോമിനേഷൻ കൊടുത്തുകൊണ്ടുവരിക. ഇതേമാതിരി നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വരുമ്പോൾ ഈ ഓട്ടോണമസ് റീജിയനിൽ കൂടെ കൗൺസിലും ഓട്ടോണമസ് റീജിയണൽ കൗൺസിലെ നെയിം ചെയ്തിട്ട് അത് പുതിയതായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോ ഓരോ മെമ്പറും എലക്ടീഡുള്ള മെമ്പർ നെയിം എത്ര കാലം? 5 വർഷം. നമുക്ക് എല്ലാ ഇലക്ഷന്റെയും എലക്ടഡ് മെമ്പേഴ്സിന് കിട്ടുന്ന സമയ പീരീഡ് ഒരു ഓഫീസിൽ ഇരിക്കാനുള്ള സമയം 5 വർഷമാണ്. ഈ അഡ്മിനിസ്ട്രേഷനിലും ഇവിടെയും ഇത് തന്നെയാണ് ആപ്ലിക്കേഷനിലേക്ക് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ടറിനെ പറ്റിയാണ് പറയുന്നത്. ആദ്യം വരുന്നത് അവിടെ കൗൺസിൽ ഓഫ് സെക്രട്ടേറിയറ്റ് ഉണ്ടാവും, പിന്നെ ഒരു എക്സിക്യൂട്ടീവ് വിങ് ഉണ്ട്. ആ കൗൺസിൽ ഓഫ് സെക്രട്ടേറിയറ്റിന് ഒരു ചെയർമാൻ ഓഫ് ദ കൗൺസിൽ ഉണ്ട്. സെക്രട്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ചെയർമാൻ ആണ്. അതേമാതിരി ബാക്കിയുള്ള ഒഫീഷ്യൽസിനെയും സ്റ്റാഫിനെയും അവര് ഓഫീസ് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടതും അവർ അപ്പോയിന്റ് ചെയ്യുന്നു. ഇതിനുശേഷം ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതിനെ പറ്റിയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, അവരുടെ ഓഫീസ് സെക്രട്ടേറിയറ്റ് എങ്ങനെയാണ് എന്നൊക്കെ പരാമർശിച്ചു വരുന്നത് ഡിസ്ട്രിക്ട് കൗൺസിലാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, അതില് ഈ ചീഫ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ട്, കൂടാതെ ബാക്കി മെമ്പേഴ്സും ഉണ്ട്. ഈ മെമ്പേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് റെക്കമെൻഡേഷൻ കിട്ടണം. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന്റെ റെക്കമെൻഡേഷൻ കിട്ടിയവരെയാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുക. ആ അപ്പോയിന്റ്മെന്റിൽ വരുന്നത് ഫംഗ്ഷൻ ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ ഫംഗ്ഷനിലേക്കാണ് വരുന്നത്. ഈ മെമ്പേഴ്സ് കമ്മിറ്റി കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസില് നമ്മുടെ ഡിസ്ട്രിക്ട് കൗൺസിലില്. പിന്നെ വില്ലേജ് ലെവലിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരും. വില്ലേജ് ലെവലിൽ നോക്കുമ്പോൾ അവിടെ വരുന്നത് വില്ലേജ് കൗൺസിൽസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അവിടെ ഗ്രാസ് റൂട്ട് ലെവലിൽ, അതായത് താഴെ, ഏറ്റവും താഴെ, ഇവിടെ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സിനെ കൗൺസിലില്, വില്ലേജ് കൗൺസിലില് എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സിനെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കും. ആ കൗൺസിലില് ഒരു പ്രസിഡന്റ്, ഒരു വൈസ് പ്രസിഡന്റ്, എലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാര്, നോമിനേറ്റഡ് മെമ്പേഴ്സ് ആൻഡ് സെക്രട്ടറി. ഈ സെക്രട്ടറിനെ മാത്രം നമ്മൾ എലക്ട് ചെയ്ത് എടുക്കുന്നില്ല. ഇതേമാതിരി വില്ലേജിന്റെ കൗൺസിലിന്റെ പവർ മൊബിലൈസ് ചെയ്യാൻ എന്താ അവർക്ക് പവർ? ഫണ്ട് ഉണ്ടാക്കാം, ഡിസ്ട്രിക്ട് ലാൻഡിന് കൊടുക്കാം, കൾട്ടിവേഷൻ, ജുഹും കൾട്ടിവേഷന് കൊടുക്കാം, ഫൈൻ അടിക്കാനുള്ള പവർ ഇൻഡിവിജ്വൽസിന്. അതായത് നമ്മൾ നേരത്തെ ആദ്യമേ ഞാൻ പറഞ്ഞു, ജുഹും കൾട്ടിവേഷൻ വെച്ചാൽ എല്ലാവരും കമ്മ്യൂണിറ്റി വർക്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ റൂള്. അതിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കാണ് ഈ ഫൈൻ അടിക്കുന്നത്. ഈ ഫൈൻ കൊടുക്കും. കമ്മ്യൂണിറ്റി വർക്കിൽ ചെയ്തില്ലെങ്കിൽ അവർക്ക് ഫൈൻ കിട്ടും. അതേമാതിരി വേറെ ഏതെങ്കിലും സ്പോൺസേർഡ് പ്രോഗ്രാംസ് വന്നു കഴിഞ്ഞാലും, അതേമാതിരി ഏതെങ്കിലും വില്ലേജ് കോർട്ടിൽ വന്നു കഴിഞ്ഞാലും, സിവിൽ കേസസ്, അതായത് ചെറിയ പെറ്റി കേസുകൾ, ലോസിന്റെ, ട്രൈബൽ ലോസിനെ പറ്റിയോ അതൊക്കെ ഇവർക്ക് നോക്കാൻ പറ്റും. ഇനി ഇവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ചാലഞ്ചസ് എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ ADCകൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. ചാലഞ്ചസ് എന്ന് പറയുന്നത് ക്രിറ്റിസിസം ആണ്. ട്രൈബൽ ആൾക്കാരുള്ള അത്രയും എഫിഷ്യന്റ് അല്ല, സിസ്റ്റമാറ്റിക് അല്ല, ഭയങ്കരമായിട്ടുള്ള ക്രിറ്റിസിസം ആണ് നോൺ ട്രൈബൽസ് ഇവരെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. നോൺ ട്രൈബൽസിന്റെ ക്രിറ്റിസിസം മുഖാന്തരം ഇവർക്ക് ഈ ട്രൈബൽസിന്റെ വർക്ക് കറക്റ്റായിട്ട്, ട്രൈബൽസിന് വേണ്ടിയിട്ടാണല്ലോ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ ട്രൈബൽ പോപ്പുലേഷൻ ക്രിട്ടിക്കൽ ആവും. ADCയോട് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല, ട്രഡീഷണൽ ആയിട്ടുള്ള ട്രൈബൽ ചീഫ് അല്ല, ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ ആസ്പിറേഷൻസ് ലോക്കൽ ആയിട്ടുള്ള പോപ്പുലേഷൻ ഉള്ളവരല്ല. അങ്ങനെ
പലവിധമായ കംപ്ലൈൻറ്റ്സ് കിട്ടുന്നുണ്ട്. ഈ അങ്ങനെ വരുമ്പോൾ ഈ ADCs ഫെയിലിയർ ആകുമ്പോഴത്തേക്കും ഇതിനെ ഇലക്ട് ഒരു ഗ്രൂപ്പ് ഓഫ് എലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് വരുന്നുണ്ട്. ഈ റെപ്രസെന്റേറ്റീവ്സ് ആണ് പുതു ജനറേഷൻ, അതായത് ലേറ്റസ്റ്റ് ആയ ജനറേഷൻ, അവർക്ക് പഠനം കിട്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അതിന്റെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഇൻട്രൊഡക്ഷൻ വന്ന സമയത്ത് അവര് പുതിയ ഒരു കോൺഫർമേഷൻ കൊണ്ടുവരാനും അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള എലൈറ്റിന്റെ കൂടെ ഈ പുതിയ പഠിച്ചിട്ടുള്ള ആൾക്കാരും അതേമാതിരി ട്രൈബൽ ആയിട്ടുള്ള ചീഫും ട്രൈബൽ ആയിട്ടുള്ള കിങ്ങും ഇവർക്കൊക്കെ ഒരു എന്താ പറയാ, ഒരു താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അവർക്ക് കോമ്പറ്റീറ്റേഴ്സ് ആയി. അപ്പോൾ ഇവര് വിചാരിക്കുന്നത് ADCs കൗൺസിലുള്ളവര് നമ്മളുടെ എനിമീസ് ആണ്, അല്ലെങ്കിൽ കൗണ്ടർ നമ്മൾ കോമ്പറ്റീറ്റീവ്സ് ആണ് എന്നുള്ളൊരു തോന്നൽ വരുന്നു. അപ്പൊ എന്താ ഇവിടെ വരുന്ന വെച്ചാല് ഈ ADCന്റെ അകത്ത് തന്നെ സെന്ററിൽ കറപ്ഷൻ വരുന്നു. കറപ്ഷൻ വരുമ്പോൾ ഒരു സ്റ്റേറ്റിന്റെ അകത്ത് വേറൊരു സ്റ്റേറ്റ് വിത്തിൻ സ്റ്റേറ്റ്, അതായത് കറപ്ഷൻ നടത്തി കഴിയുമ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം വരുന്നു. അവിടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ കൈകടത്താനുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് അവിടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ ബ്രീഡിംഗ് ഗ്രൗണ്ടാണ്, അല്ലെങ്കിൽ അവരെ വളർത്തിയെടുക്കുന്ന സ്ഥലമാണെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. 1950-ലും 60-ലും ലീഡേഴ്സ്, അതായത് മിസോ ലീഡേഴ്സ് ലുഹാഷി ഹിൽസിലുള്ളവര്, കാശിയിലുള്ളവര്, ജനീറ്റയിലുള്ളവര്, ഗാർഗോ ഹിൽസിലുള്ളവര്, അവരൊക്കെ ഈ ADCനെ വളരെ കാര്യമായിട്ട് നോക്കുകയാണ് ആസ്പിറേഷൻസോടുകൂടി. ട്രൈബലിന്റെ പ്രശ്നങ്ങളെ നോക്കുന്നുണ്ടോന്നാണ് ഇവര് ആ കാലഘട്ടങ്ങളിൽ അവര് ഒരു ഫോർമേഷൻ, അതായത് ഒരു ഹിൽ സ്റ്റേറ്റ് എന്നുള്ള ഒരു ലെവല് കൊണ്ടുവരണം. പക്ഷെ ADs അവര് അത് സമ്മതിക്കുന്നില്ല. അപ്പൊ എന്ത് പറ്റുക വെച്ചാല് നോൺ ട്രൈബൽ ആയിട്ടുള്ള ഏരിയയിലുള്ള ADCs കംപ്ലൈന്റ് ചെയ്യുന്നു, ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇഷ്യൂയിങ് ലൈസൻസ്, ട്രേഡ് ലൈസൻസ് കൊടുക്കുന്നതിലും ഇവര് ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നുണ്ട്. അതായത് വകതിരിവ്, ചിലർക്ക് കൊടുക്കും ചിലർക്ക് കൊടുക്കാണ്ടിരിക്കും, അങ്ങനെ ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നുണ്ട്. 6ാമത്തെ ഷെഡ്യൂൾ പറഞ്ഞ പ്രകാരം ട്രൈബൽസിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൽ പറഞ്ഞിട്ടുള്ള ആസാമിൽ പറഞ്ഞിട്ടുള്ള മരം പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. പിന്നെ പുതിയൊരു സ്റ്റേറ്റ് ഔട്ട് ഓഫ് ആസാമിലേക്ക് ഒരു ഫോർമേഷൻ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവര് പറയുന്നത്, ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ പറയുന്നു അതിന്റെ ആവശ്യമില്ല. ഒരു ക്ലിയർ ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ കൗൺസിൽ ഉള്ളപ്പോൾ ഓവർലാപ്പിംഗ് വരുമെന്നുള്ളതാണ് കൗൺസിലിന്റെയും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെയും വില്ലേജ് കൗൺസിൽസിന്റെയും അഭിപ്രായം. ഈ അഭിപ്രായ പ്രകാരം അവിടെ കോൺഫ്ലിക്റ്റ് വന്നു. ആ കോൺഫ്ലിക്റ്റ് കാരണം ഇവര് പിന്നെയും ട്രൈബൽ മെമ്പേഴ്സിനെ അസംബ്ലിയില്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഡിബേറ്റിന് ഡിസ്ക്രിമിനേഷനെ പറ്റിയും കോൺസ്റ്റിറ്റ്യൂഷണൽ 6ാം ഷെഡ്യൂളിൽ പറഞ്ഞത് നോക്കുന്നില്ല, അങ്ങനെ പല വിധത്തിലുള്ള ഷോർട്ടേജിനെ പറ്റി എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ബിൽസിനെയൊക്കെ ഗവർണർക്ക് സ്ഥാപിക്കുകയും ആ എല്ലാ ബിൽസും ADCന്റെ ബിൽസും ഗവർണറുടെ മുമ്പിൽ വരുന്ന, ഗവർണർ അത് അപ്രൂവ് ചെയ്ത് അതിനെ ലോ ആക്കി മാറ്റുന്നു. അപ്പോ ഏത് സമയത്താണോ ഗവർണർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ബില്ലും ചെയ്യാൻ പാടില്ല, ഗവർണർക്ക് കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ എന്താന്ന് വെച്ചാല് അഡ്വൈസ് മേടിക്കണം. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസും അവരുടെ സമ്മതപ്രകാരം മാത്രമേ ഗവർണർക്ക് ഒരു ബില്ല് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഓട്ടോണമി വന്നു. ഓട്ടോണമി ADCന്റെ റെസ്ട്രിക്റ്റ് ചെയ്യുകയും കണ്ടീഷൻ എയ്ഡ് ആൻഡ് സർവീസ് അഡ്വൈസ് ടു ദ ഗവർണർ എന്നുള്ള നിലയിലേക്കും കൊണ്ടുവരുന്നു. അങ്ങനെയാണ് ADC മിസോറം ACDs എന്താ പറയാ റിക്വയർമെന്റ്സിലും ഫൈനാൻഷ്യൽ ഓട്ടോണമിയിലും പൊളിറ്റിക്കൽ കറപ്ഷനിലും ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു ഭരണം വരാത്ത വിധത്തിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റിലേക്ക് വരുന്നതാണ് ഇതിന്റെ അവസാനമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും അവിടെ ഉണ്ടാക്കി എടുപ്പിച്ച്
അതിനെ ക്രിയേറ്റ് ചെയ്ത മാതിരിയാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും അവര് ഗവർണറിന്റെ ഇപ്പൊ നമ്മൾ നാട്ടിൽ കാണുന്നുണ്ട്, ഗവർണറും നമ്മളുടെ ലോക്കൽ ഗവൺമെന്റും തമ്മിലുള്ള ബഹളം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടായിരുന്നു. ഗവർണർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിലോ അല്ലെങ്കിൽ ക്രിറ്റിസിസം കൂടുതലാവാണ്. അപ്പൊ ഗവൺമെന്റ്, ലോക്കൽ ഗവൺമെന്റ് ഗവർണറെ എഗെയിൻസ്റ്റ് പറയുക, അല്ലെങ്കിൽ ഗവർണറെ നിരാകരിക്കുക, പറയുന്നത് അനുസരിക്കാണ്ടിരിക്കുക. ഗവർണറാണ് ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് ആയിട്ടുള്ള ആള്, ഹെഡ്. ഇതോടുകൂടി ഈ ചാപ്റ്റർ തീരുകയാണ്. നന്ദി, നമസ്കാരം.